2001 ഫെബ്രുവരി 22 ബാംഗ്ലൂർ ആശ്രമം ജ്ഞാനദളം 294. അതിതാൽപര്യവും സ്വാശ്രയത്വവും. അതിതാൽപര്യം നിങ്ങളെ ദുർബലരാക്കുന്നു. അനാസക്തിയാണ് ശക്തി. നിങ്ങളുടെ അതിതാൽപര്യം പൂർത്തീകരിക്കണമെങ്കിൽ പല കാര്യങ്ങളെയും ആശ്രയിക്കേണ്ടി വരും. അതിതാൽപര്യവും സ്വാശ്രയത്വവും ഒരുമിച്ച് പോവുകയില്ല എന്ന് തോന്നാം. നിങ്ങൾക്ക് അതിയായ താല്പര്യമുണ്ടെങ്കിൽ സ്വാശ്രയത്വത്തെ മറികടക്കേണ്ടി വരും. സ്വാശ്രയത്വം വേണമെങ്കിൽ അതിതാൽപര്യം ഉപേക്ഷിക്കണം. ഇത് പൊതുവെ സത്യമാണ്. നിങ്ങളുടെ ചേതനയാണ് ഈ രണ്ടു പൂർണ്ണമായും വ്യത്യസ്ത ഘടകങ്ങളെ ഒന്നിച്ചു കൊണ്ടുവരുന്നത്. സ്വാശ്രയത്വം ആഗ്രഹിക്കുന്ന അതേ ചേതനയിൽ അതിതാൽപര്യവും അടങ്ങിയിരിക്കുന്നു. ആത്മീയതയിൽ മാത്രമേ അതിതാൽപര്യവും അനാസക്തിയും ഒരുമിച്ച് സംഭവിക്കുകയുള്ളൂ. ഇത് അത്യപൂർവമായ കൂടിച്ചേരലാണ്. അതിതാൽപര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ശക്തിയുണ്ടാകും. ശക്തിയാകട്ടെ സ്വാശ്രയശീലത്വവുമാണ്. ഒന്നും ആത്മാവിന് പുറത്തുള്ളതല്ല എന്ന് തിരിച്ചറിയുന്നതാണ് ശരിയായ സ്വാശ്രയശീലം. എല്ലാം ആത്മാവിന്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനോടും അതിയായ താല്പര്യമുണ്ടാകും. നിങ്ങളുടെ താല്പര്യം പൂർത്തീകരിക്കാനും നിങ്ങൾക്ക് ചേതനയെ ആശ്രയിച്ചാൽ മതിയാകും. കാരണം ചേതനയ്ക്ക് ഒരിക്കലും മാറ്റം സംഭവിക്കുകയില്ല. സത്യത്തിൽ ആശ്രയത്വമോ താല്പര്യമോ അടങ്ങിയിട്ടില്ല. സാധാരണ നിലയ്ക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരവസ്ഥയെ ഉണ്ടാകൂ. ഒന്നുകിൽ അതിതാൽപര്യം, അല്ലെങ്കിൽ സ്വാശ്രയത്വം. എന്നാൽ ചേതനയുടെ ഉന്നതാവസ്ഥയിൽ നിങ്ങൾക്ക് ഇത് രണ്ടും ആകാതിരിക്കാം, അല്ലെങ്കിൽ രണ്ടും ആകാം. ജയ് ഗുരുദേവ്.